بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن اهتدى بهديه واستنى بسنته إلى يوم الدين أما بعد അക്ഷരങ്ങളുടെ സ്വരവിശേഷണങ്ങൾ അത് അടിസ്ഥാനമായി രണ്ട് വിഭാഗമാണ്. വിപരീതങ്ങളുള്ളവ, വിപരീതങ്ങളില്ലാത്തവ. ഇതിൽ വിപരീതങ്ങളുള്ളവയിൽ ഒന്നാമത്തേതായ ഹംസ്, അതിൻ്റെ വിപരീതമായ ജഹ്ർ, ഈ രണ്ട് വിശേഷണങ്ങളും നൽകപ്പെടുന്ന അക്ഷരങ്ങൾ, ഇതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ സിഫത്തായ അശ്ശിദ്ദ, അതിൻ്റെ കൂടെ വത്തവസ്സുത്ത്. ഇപ്പോൾ മൂന്നാമത്തെ സിഫത്ത് ഷിദ്ദത്ത്. യഥാർത്ഥത്തിൽ ഷിദ്ദത്തിൻ്റെ വിപരീതം റഖാവയാണ്. ഷിദ്ദത്തിൻ്റെ വിപരീതമാണ് റഖാവ. അതിൻ്റെ കൂടെയാണ്, ഷിദ്ദത്തോടൊപ്പമാണ് തവസ്സുത്ത്. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് തവസ്സുത്ത് എന്ന മറ്റൊരു സിഫത്ത് നിലനിൽക്കുന്നത്. അതായത് ഷിദ്ദത്തിൻ്റെയും തവസ്സുത്തിൻ്റെയും വിപരീതമായി റഖാവ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഷിദ്ദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഅനാഹ ഫിൽ ലുഗ അൽ ഖുവ്വ. ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഖുവ്വത്ത് എന്ന് തന്നെയാണ്. ഷിദ്ദത്ത്, ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥമാണ്. ഷദീദ് അല്ലേ, കഠിനം. ഖവിയ്യ്, കഠിനം, ശക്തം, ശക്തിയുള്ളത്, കാഠിന്യമുള്ളത്, കടുപ്പമുള്ളത് എന്നൊക്കെയല്ലേ നമ്മൾ അർത്ഥം പറയാറുള്ളത്. വഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി ഉദ്ദേശിക്കുന്നത് ലുസൂമുൽ ഹർഫി ലിമൗദിഇഹി ലിഖുവ്വതി ലിഇഅ്തിമാദി അലൈഹി ഫിൽ മഖ്റജ്. ലുസൂമുൽ ഹർഫി ലിമൗദിഇഹി, അക്ഷരം അതിൻ്റെ ആ സ്ഥാനത്തിൽ ഒതുങ്ങുക, അവിടെ തന്നെ നിലനിൽക്കുക. ലിഖുവ്വതി ലിഇഅ്തിമാദി അലൈഹി ഫിൽ മഖ്റജ്, അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിൽ അത് അടിയുറച്ചല്ലെങ്കിൽ കൃത്യമായി അതിൽ തന്നെ നിൽക്കുന്ന കാരണത്താൽ, അതിനെ ആ മഖ്റജിൽ അവലംബിക്കുന്ന കാരണത്താൽ, അതിൽ ഒതുങ്ങുന്ന കാരണത്താൽ. മറ്റക്ഷരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയാണ്. പൂർണ്ണമായും അതിൻ്റെ ആ മഖ്റജിൽ പൂർണ്ണമായും ഒതുങ്ങി നിൽക്കുകയും ഹത്താ ഹബസ الصوت عن الجريان معه فكان فيه شدة أي قوة ولذا سمي شديدا. അങ്ങനെ അത് ശബ്ദത്തെ പിടിച്ചു വെക്കുന്നു. ഹബസ യഹ്ബിസു എന്ന് പറഞ്ഞാൽ ബന്ധിക്കുക എന്നർത്ഥം. ശബ്ദത്തെ അത് ബന്ധിച്ച് ഒതുക്കി പിടിച്ചു വെക്കുന്നു. അനിൽ ജറയാൻ, അതിങ്ങനെ ഒഴുകുന്നതിന് പകരമായിട്ട്. ശബ്ദം ഇങ്ങനെ ഒഴുകാതെ ആ ശബ്ദത്തെ ആ മഖ്റജിൽ തന്നെ ഒതുക്കി പിടിച്ചു വെക്കുന്നു. അങ്ങനെ ഫകാന ഫീഹി ഷിദ്ദ ഐ ഖുവ്വ, ആ അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ, ശബ്ദത്തിൽ ഒരു കാഠിന്യം, കടുപ്പം ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. ഇതാകുന്നു ഹിദായത്തുൽ ഖാരി എന്ന ഗ്രന്ഥകർത്താവായ മർസഫി രേഖപ്പെടുത്തുന്നത്. വലിദാ സുമ്മിയ ഷദീദ വഹുറൂഫുഹ സമാനിയ, അതുകൊണ്ട് തന്നെ ഈ അക്ഷരങ്ങൾക്ക് ഷദീദ് എന്ന് പേര് പറയുന്നു. അതിൻ്റെ അക്ഷരങ്ങളാകട്ടെ 8 എണ്ണമാണ്. ജമഅഹ الحافظ ابن الجزري في المقدمة الطيبة في قوله أجد قط بكت. ഓർത്തു വെക്കുക, ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ അജിദ്, ഖത്തിൻ, ബക്കറ്റ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമാണ്, പലപ്പോഴായി സൂചിപ്പിക്കാറുള്ളതാണ്. ഇതിൽ ഹുറൂഫുൽ ഖൽഖല പൂർണ്ണമായും വരുന്നു. അജിദ്, ഖത്തിൻ, ബക്കറ്റ് എന്ന് പറയുമ്പോൾ 8 അക്ഷരങ്ങളിൽ ഹുറൂഫുൽ ഖൽഖല പൂർണ്ണമായും വരുന്നു. അതിലേക്ക് ഹംസ, കാഫ്, ത, ഈ 3 അക്ഷരങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോൾ ഷിദ്ദത്തിൻ്റെ 8 ഹർഫുകൾ പൂർത്തിയാവുകയാണ്. ഇതാകുന്നു ഷിദ്ദത്തോടുകൂടി ഉച്ചരിക്കേണ്ടതായ 8 ഹർഫുകൾ. അജീദ്, ഖത്തിൻ, ബക്കറ്റ്. ഇവ ഉച്ചരിക്കുമ്പോൾ എപ്പോഴും ശബ്ദത്തെ പിടിച്ചു വെച്ചുകൊണ്ട് കഠിനമായി
കടുപ്പത്തോടുകൂടി വേണം ഉച്ചരിക്കുവാൻ. ശബ്ദം ഇങ്ങനെ ഒഴുകുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കേണ്ടതാണ് എന്നാണ് സൂചിപ്പിച്ചത്. ആ ഒരു ഗുണം, ആ ഒരു സ്വഭാവമാണ് ഷിദ്ദ എന്ന സിഫത്ത് അതിന് കൽപ്പിക്കുന്നതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. ഈ അക്ഷരങ്ങൾ ഓർത്തു വെക്കുക. അജിദ്, ഖത്തിൻ, ബക്കത്ത് എന്ന് വെച്ചാൽ ഖുതുബ് ജദ് എന്ന 5 ഖൽഖലയുടെ അക്ഷരങ്ങളിലേക്ക് ഹംസ, കാഫ്, ത ഈ 3 അക്ഷരങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് 8 അക്ഷരങ്ങളാകുന്നു ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങളായിട്ടുള്ളത്. ബാറക.